തകതം തകതം തകതക്ക ചും ചും തകതം തകതക്ക തക്ക തക്ക ചും ചും തകതം തകതം തകതക്ക ചും ചും. എല്ലാവർക്കും ഷിയസ് ഫാമിലി വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലേ കുഞ്ചു? അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആനുവൽ ഡേ പ്രോഗ്രാമാണ് കേട്ടോ. മെൽവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ സുധിയേട്ടൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള സുധിയേട്ടൻ ഞങ്ങളുടെ അല്ലേ കുഞ്ചു? അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ നന്ദു ഉണ്ട് കേട്ടോ. പിന്നെ നന്ദു ഞാനും നന്ദുവിനെ ഞാൻ വിളിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. നന്ദു അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ നന്ദു നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെയും വിളിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ എത്താറായി കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ പ്രോഗ്രാം കാണാൻ പോവല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ സ്കൂളെത്തിട്ടോ. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവർ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെക്കറേഷൻസൊക്കെ PTA-ക്കാരാണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിരുന്നു. നല്ലൊരു PTA ആണ്. നമ്മുടെ മെൽവിൻ്റെ സ്കൂളിലെ ഹോളി ഫാമിലി സ്കൂൾ കേട്ടോ. HF അല്ലേ പിന്നെ പറയൂ സ്കൂളിൻ്റെ പേര്? UPS മുണ്ടക്കുന്ന്. തന്നെ. അപ്പോൾ അതാണ് മെൽവിൻ്റെ സ്കൂളിൻ്റെ പേര്. അപ്പോൾ അതാ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടോ. എന്താ വെച്ചാൽ അവൻ സ്കൗട്ടിനൊക്കെ ഉള്ളത് കാരണം നേരത്തെ ചെല്ലാൻ പറഞ്ഞായിരുന്നു. പിന്നെ അവൻ പ്രോഗ്രാമിനുണ്ട്. ഞങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടാവും. അവൻ്റെ ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് അവരുടെ ഗ്രൂപ്പ് സോങ്ങാണ്. അപ്പോൾ അതിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. സോങ് ആയത് കാരണം വലിയ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ടായിരുന്നു. ഡ്രസ്സിങ് അത് മാത്രം മാറ്റിയതായിരുന്നു. അപ്പോൾ ഒത്തിരി നേരത്തെ എത്തണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേനും ഞങ്ങളവിടെ എത്തിയിട്ട് നമ്മുടെ കുഞ്ഞുവിൻ്റെ സ്കൂളിലെ മുൻ PTA പ്രസിഡൻ്റാണ് കേട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PTA മെമ്പർ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. ഇനിയിപ്പം നമ്മൾ സ്കൂളിലെത്തിയ കുറേ ആൾക്കാർ നമ്മളെ അറിയുന്നവരുണ്ടാവും, നമ്മളറിയുന്നവരുണ്ടാവും, അങ്ങനെ. അപ്പോൾ മെൽവിൻ വാട്ടി നമ്മുടെ സ്കൗട്ട് ഡ്രസ്സിലായത് കാരണം അവൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അവനതിന് നിന്നു കേട്ടോ. അപ്പം ഞങ്ങളോട് അവൻ പറഞ്ഞു അവിടെ പൊക്കോ, അവിടെ പോയിരുന്നോ എന്ന് പറഞ്ഞു. അതാണ് അവൻ നിന്ന് ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ശരി എന്നാൽ ഞങ്ങളവിടെ പോയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിറയെ സീറ്റ് ഉണ്ടായിരുന്നേ. അപ്പം അത് നമുക്ക് മുന്നിൽ പോയിരിക്കാൻ വലിയമ്മ എന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ മുന്നിലൊക്കെ റിസർവ്ഡ് ആയിരുന്നു കേട്ടോ. സിസ്റ്റേഴ്സിനും ഫാദേഴ്സിനും അങ്ങനെ ഗസ്റ്റിനൊക്കെ ഇരിക്കാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിൽ കുറേ ഒഴിഞ്ഞിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെയേഴ്സ്. അപ്പോൾ ഞങ്ങളെന്നാൽ ശരി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആദ്യം ഇരുന്ന സ്ഥലത്തുനിന്ന് മാറി കുറച്ചുകൂടെ മുന്നിൽ പോയിരുന്നു. അപ്പോൾ സ്വത്ത് ചോദിക്കുക എന്തമ്മ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു സ്കൂള് നമ്മുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അവിടെ നോ എൻട്രി ആണ് മോളിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവിടെയാണ് സ്കൗട്ടുകാർക്ക് ഡ്യൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്കൗട്ട് ഡ്രസ്സ് ഇടാനും പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനവിടെ നിന്ന് ഞങ്ങളിവിടെ ഇരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഭംഗിയായിരുന്നു. അവരുടെ കളർ കോമ്പിനേഷൻ സിസ്റ്റേഴ്സ് ഡ്രസ്സ് സെലക്ട് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോ പ്രോഗ്രാമിൻ്റെ ഡ്രസ്സുകളാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു. അതുപോലെ ഈ ഫ്ലവേഴ്സൊക്കെ അവർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞവർ നല്ല എല്ലാവരും കൂടെ ഒരുങ്ങി നിന്ന് വെൽക്കം ചെയ്യുന്നു. പിന്നെ അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ടില്ലേ കുഞ്ചാ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ അവിടെ പോയിട്ട്? കുഞ്ഞും ഉണ്ട്. അപ്പോൾ 4 മണി തൊട്ടിട്ട് 8 മണി വരെയാണ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷെ തുടങ്ങിയപ്പോഴത്തേനും അതെ 8 മണിയൊക്കെ ആയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടോ സ്കൂളിൽ തന്നെ ബാൻഡാണ്. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വന്നു, അവരൊക്കെ വെൽക്കം ചെയ്യാണ്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ ആൾക്കാർ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 4:30 ആയി കാണും. അപ്പോഴത്തേനും ഞങ്ങൾ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ എന്നിട്ട് പിന്നെ അതാ പ്രോഗ്രാംസൊക്കെ തുടങ്ങി. പ്രോഗ്രാംസ് തുടങ്ങുകയല്ല, നമ്മുടെ ഫസ്റ്റ് ഉണ്ടല്ലോ വെൽക്കം സോങ്, പിന്നെ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഭദ്രദീപം തെളിക്കലൊക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നേ. അപ്പം അതാണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളെല്ലാവരും നന്നായി ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെൽക്കം സോങ്ങിലാണ് പിന്നെന്താ പറയുക, കുഞ്ഞുൻ്റെ ടീച്ചറുടെ മോളാണ് കേട്ടോ അതിൽ ഒരു മോള് പ്രാർത്ഥന. അപ്പം അവൾ ആദ്യത്തെ ഡാൻസ് അവരുടെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒക്കെ എന്തെങ്കിലും കിട്ടുമോയെന്ന് വിചാരിച്ചിട്ടേ അപ്പം ഞാൻ അതാണ് പാട്ടൊന്നും ഇടാത്തത്. അപ്പം ഞാനിതിന് മുന്നേ ഇതുപോലെ ഇട്ടപ്പം എനിക്ക് കോപ്പിറൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പിന്നെ അതൊക്കെ കറക്റ്റ് ചെയ്ത് വീണ്ടും ഞാൻ പിന്നെ ഇടുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ്ടില്ലേ, പിന്നെ ഞങ്ങളുടെ മുന്നിലും പുറകിലും ഒക്കെ നിറയെ ആൾക്കാരായി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിലാണല്ലോ മൊത്തം ശ്രദ്ധ പോവുക. പിന്നെ കുറേ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് അങ്ങനെ മുന്നിക്ക് കയറിയിരിക്കാൻ തുടങ്ങി എല്ലാവരും. ഞങ്ങളപ്പോൾ ഇതാണ്ടോ നന്ദു അത് കഴിഞ്ഞ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞപ്പോഴാണ് നന്ദുവിന് ചടങ്ങ് തുടങ്ങിയപ്പോൾ നന്ദുവിന് വരേണ്ടിയിരുന്നില്ല എന്നങ്ങോട്ട് തോന്നിപ്പോയി. എന്താ വെച്ചാൽ കുറേ പേരുടെ പ്രസംഗങ്ങളും കുറച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കും. അത് കഴിഞ്ഞാൽ ആർക്കായാലും ഒരു മുഷിപ്പ് തുടങ്ങുമല്ലോ, അത് സ്വാഭാവികം. പിന്നെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഞങ്ങൾ അല്ലേ അല്ലടാ. ആ അപ്പോൾ കുറച്ചൊക്കെ അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. എന്താ പറയുക, അതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗസ്റ്റാണ് ഇതൊക്കെ പ്രൈസൊക്കെ കൊടുത്തായിരുന്നത്. അപ്പം അങ്ങനെ ആ ചടങ്ങ് കുറച്ച് നേരം അങ്ങോട്ട് നീണ്ടു. വെളിച്ചത്ത് തുടങ്ങിയ ചടങ്ങ് കുറച്ച് ഇരുട്ടായി എന്ന് പറഞ്ഞ പോലെ കണ്ടോ. ആൾക്കാരൊക്കെ എപ്പോഴത്തേനും നിറഞ്ഞു. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങാൻ നേരം ഫുള്ള് പിന്നെന്താ പറയുക, ഫുൾ ആൾക്കാരായിരുന്നു, നിറച്ച് ആൾക്കാരുണ്ടായിരുന്നേ. അപ്പം ഇതാണ് അവരുടെ സ്കൂൾ കേട്ടോ. കണ്ടോ, ഇവിടെ മാവൊക്കെ ഉണ്ട്. ആ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടാവുകയും നല്ല രസം കേട്ടോ കാണാൻ സമയത്ത്. അങ്ങനെ കണ്ടില്ലേ അങ്ങനെ. അപ്പോൾ അവിടെ അങ്ങനെ ഓരോന്നും അച്ഛനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേൾക്കാനൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മളിരിക്കണം കുറച്ച്. എന്നാൽ പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടോ അപ്പം പിന്നെ ഇരുട്ടായി തുടങ്ങി. അതായത് വെളിച്ചമൊക്കെ പോയി. ഒന്നാമത് ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ. എന്നിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസൊക്കെ തുടങ്ങിയത്. അപ്പം ഇരുട്ടായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം അവിടെ നിറയെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല നിറയെ ഫ്രണ്ടിലൊക്കെ നല്ല ഇരിക്കാനൊക്കെ നല്ല സുഖമാണേ. അപ്പം നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ ലൈറ്റ് കണ്ടല്ലോ, ഇത് നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു. ഇതിങ്ങനെ മാവിൻ്റെ അവിടെ തട്ടുന്നതും അല്ല പൊന്നു ഈ ലൈറ്റ്. നീ കണ്ടില്ലല്ലോ, നീ അവിടെ കണ്ടിട്ടുണ്ടാവും നീ അവിടെ നിൽക്കുമ്പോൾ അല്ലേ ഈ ലൈറ്റ്. അതെ. അപ്പോൾ ഇതാ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പ്രൈസ് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. കഴിഞ്ഞ തവണ പാട്ടിക്ക് കിട്ടി ബസ് സ്റ്റുഡൻറ്റ്, ഇത്തവണ മിസ്സായി കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും ആവട്ടെ. അപ്പോൾ കുട്ടികളങ്ങനെ ഇതാണ് നമ്മുടെ പ്രാർത്ഥന കുട്ടിയാണ് കേട്ടോ. അത് കുഞ്ഞുൻ്റെ ടീച്ചറുടെ മോള്, പിന്നെ കുഞ്ഞുൻ്റെ ഫ്രണ്ട് ഉണ്ട്, ചങ്ക് ഫ്രണ്ട്. ലെവനോ എന്താ ചങ്ക് ഫ്രണ്ടിൻ്റെ പേര്? പ്രണവ്. പ്രണവിൻ്റെ ചേച്ചി ലെവനോ. അപ്പോൾ പിന്നെന്താ പറയുക, പിന്നെ അങ്ങനെ ചങ്ക്സാണ് കേട്ടോ. ഒരു 3 പേര് ചങ്ക്സാണേ. ധ്യാൻജയ്, പ്രണവ് ധ്യാൻജയ് പറയുമ്പോൾ നമ്മുടെ വാവച്ചി. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോയില്ലേ, അത് ആ പേടകം പോകുന്ന ഇതാണേ. അതാകുമ്പോഴത്തേനും മിസ്സായിപ്പോയി. ഞാൻ വർത്താനം പറഞ്ഞിട്ട് പേടകം ഒരു 7 മണിയാകുമ്പോൾ പിന്നെ സുനിത വില്യംസ് ഒക്കെ സഞ്ചരിച്ച പേടകം ആകാശത്ത് കൂടെ കാണാമെന്ന് പറയില്ല, അതാണ് ആ പൊട്ടുപോലെ കണ്ടത് അതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല പൊന്നു, അത് തന്നെ ആണോന്ന് അറിയില്ല. നീങ്ങി പോയായിരുന്നു. നീങ്ങി പോയായിരുന്നു. എന്നിട്ട് തോന്നി, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ വരെ നീങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ വേഗം അവൻ അവിടെ നിൽക്കുകയാണല്ലോ. ഞങ്ങൾ അവനെയും വിളിച്ച് കാണിച്ചു കൊടുത്തു, മെൽവിനെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ മക്കളുടെ ഡാൻസൊക്കെ ഓരോരുത്തരൊക്കെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ഞാനെല്ലാം കുറേശ്ശെ ഇങ്ങനെ ഇട്ടതാണ്. അപ്പം എന്താ വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ കുഞ്ഞു ഇങ്ങനെ കാണാമല്ലോ. കുറേശ്ശെ ആണെങ്കിലും നമുക്ക് അത് മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്
ഞാൻ അങ്ങനെ ഇട്ടതാട്ടോ. അപ്പോൾ ഇത് കുറേ എല്ലാം കഴിയുന്നവരെയൊന്നും ഞങ്ങൾ നിന്നില്ല, കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വരിക ചെയ്തത്. ഞങ്ങളെ 11 ഒരു 10-10 ആകുമ്പോൾ വന്നു. അതുപോലെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരു 10 ആകുമ്പം ടീച്ചർ ഞങ്ങളെ കൊണ്ടുവിട്ടു, കുഞ്ഞിൻ്റെ ടീച്ചർ 11. എന്നിട്ട് എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പം ഞങ്ങൾ പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും നല്ലൊരു ദിവസമായിരുന്നല്ലോ മഞ്ജു. അപ്പൊ ദൈവത്തിന് നന്ദി. പിന്നെന്താ പറയാ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുക. അപ്പൊ ബൈ. ഷിവ്സ് ഫാമിലി വ്ലോഗ്സ്.